കലോത്സവ വേദികളിൽ നൃത്ത ഇനങ്ങളും ഒപ്പനയും എന്നും ആകർഷണീയമാണ്. ഒപ്പനയും സംഘനൃത്തവും കാണാൻ കാണികൾ തിങ്ങി നിറയും. സർവാഭരണ വിഭൂഷിതയായി പളപളാമിന്നുന്ന വ്യത്യസ്ത നിറങ്ങളുള്ള വസ്ത്രം ധരിച്ച് സുന്ദരികളായ നാണം കുണുങ്ങി മണവാട്ടിമാർ കാണികളുടെ മനം കവരാറുണ്ട്. വസ്ത്രധാരണത്തിനും ആഭരണങ്ങൾക്കും മേക്കപ്പിനുമൊക്കെ പ്രത്യേകം മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മണവാട്ടിമാരെ ഭംഗിയാക്കാൻ പണം ധാരാളം ചെലവഴിക്കാറുണ്ട്. എന്നാൽ ഒപ്പനയിൽ വെളുത്ത മണവാട്ടിമാർ മാത്രമാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിം വീടുകളിൽ എവിടെയും കറുത്ത മണവാട്ടിമാരില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ജംഷീദ് വള്ളിപ്രം. മലബാർ യൂറോപ്പിലൊന്നുമല്ല, കേരളത്തിലാണെന്നും മത്സരവേദികളിലെ ഒപ്പനകൾ അന്യഗ്രഹത്തിലെവിടെയോ സംഭവിക്കുന്നതാണെന്നും ജംഷീദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. വളരെ അപൂർവം ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകൾ എന്ന രീതിയിലും മറുപടിയും ചിലർ പറയുന്നുണ്ട്. അതേസമയം വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മേക്കപ്പ് സംസ്കാരത്തെക്കുറിച്ചും മുസ്ലിം വീടുകളിലെ മണവാട്ടിമാരെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ സജീവമാണ്. ഒപ്പന കേരളത്തിലെ ജനകീയ കലാരൂപം എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് ഒപ്പന. മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടിയെ അണിയിച്ചൊരുക്കി ചുറ്റും കൂടി നിൽക്കുന്ന സുഹൃത്തുക്കൾ കൈകൊട്ടിപ്പാടി അവതരിപ്പിക്കുന്ന ഒപ്പന മലബാറിലെ മുസ്ലിം വീടുകളിലാണ് പ്രധാനമായും ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. എന്നാൽ നമ്മുടെ കലോത്സവ വേദികളിൽ അവതരിപ്പിക്കുന്ന ഒപ്പനകൾ അന്യഗ്രഹത്തിൽ എവിടെയോ സംഭവിക്കുന്നതാവണം. ട്രഡീഷനുമായി ബന്ധപ്പെട്ട കലാരൂപമാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം വീടുകളിൽ എവിടെയും കറുത്ത മണവാട്ടിമാരില്ലേ? മലബാർ യൂറോപ്പിലൊന്നുമല്ല, കേരളത്തിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കലോത്സവ വേദികളിലെ ഒപ്പന മത്സരങ്ങളിൽ വെളുത്ത മണവാട്ടിമാർ മാത്രം ഇടം പിടിക്കുന്നത്? തട്ടവും ആഭരണങ്ങളും തിളങ്ങുന്ന വസ്ത്രങ്ങളും കോസ്റ്റ്യൂമുകളായിരിക്കാം. കലാരൂപത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയായിരിക്കാം ആ കോസ്റ്റ്യൂമുകളാണ് പോയിന്റുകൾക്ക് പരിഗണിക്കുന്നതെന്ന് സമ്മതിച്ചാലും കറുത്ത മണവാട്ടിമാർക്ക് പോയിന്റ് നൽകില്ലെന്ന് ഒപ്പന മത്സരത്തിൻ്റെ റൂളിൽ എവിടെയെങ്കിലുമുണ്ടോ? അല്ല. ഇനി മണവാട്ടിമാരുടെ നിറം നോക്കിയാണ് പോയിന്റ് നിർണ്ണയിക്കുന്നതെങ്കിൽ എത്രമാത്രം മോശം ജഡ്ജ്മെൻ്റാണിത്. ലോകത്താകെ നിലനിൽക്കുന്ന വംശീയതയെ മറ്റു രാജ്യങ്ങളിലെ കലാകാരന്മാർ കലയിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നാം അറിഞ്ഞോ അറിയാതെയോ കലാജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് വരെ നിറത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കുകയാണ്. കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടിക്ക് മണവാട്ടിയായിരിക്കാൻ സാധിക്കാത്ത വേദിയിൽ ആര് മത്സരിച്ചാലും അവരൊക്കെ എന്നോ തോറ്റു കഴിഞ്ഞു. ഗ്രേഡ് നേടലോ പോയിന്റ് നേടലോ അല്ല കല. കലയിലൂടെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഒപ്പനവേദിയിൽ കറുത്ത മണവാട്ടിയിരുന്നാലും പ്രേക്ഷകർക്ക് കലാസ്വാദനം സാധ്യമാകണമെന്ന് കാണിക്കണം. ആ മണവാട്ടിയും മൊഞ്ചത്തിയാണെന്ന് അടയാളപ്പെടുത്തണം. എന്തെന്നാൽ ഈ ലോകം കറുത്ത മനുഷ്യരുടേത് കൂടിയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.